ഒരാളെക്കുറിച്ചുള്ള ചർച്ച മഗ്‌രിബിന് 7:15 തുടങ്ങി 10:15 മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ അവസാനിക്കണം. ആ 3 മണിക്കൂറുണ്ട് നാട്ടുകാരുടെ ഹജ്ജും ഉംറയും സ്വതക്കയും പള്ളി നിർമ്മാണവും ദീനീ പ്രവർത്തനവും സാന്ത്വന പ്രവർത്തനമെല്ലാം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലയുടെ തത്ഹീറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ അന്നി ബിഅഹദിൻ മിനൽ ഇബാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആരുടെയും പച്ചിറച്ചി തിന്നുന്ന, മാംസം കടിച്ചു കയറുന്ന സ്വഭാവം എന്തിൻ്റെ പേരിലായാലും ഉണ്ടാവരുത്. നമ്മൾ കുറ്റപ്പെടുത്തുന്നയാൾ, നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അയാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന സമയമാണെങ്കിൽ പ്രതിക്കൂട്ടിലാകും ആഖിറത്തിൽ. സംഘടനാ പ്രവർത്തനത്തിൻ്റെ മൂർധന്യത്തിലാവുക എന്നുള്ളത് വേറൊരാളെ കുറ്റം പറയലല്ല എന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ആശയമാണ്. കണ്ടതും കേട്ടതും പറയുന്നവരല്ല സുന്നികൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കണം. ആരെക്കുറിച്ച് മദ്ഹ് ചെയ്യുമ്പോഴും ഉള്ളതേ പറയാൻ പറ്റൂ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫല്യതബവ്വഉ മഖഅദുഹു മിനന്നാർ, അവൻ നരകത്തിലെ സീറ്റ് റിസർവ്ഡാണ്. അബൂജഹലാറ്റ് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാറ്റി ഇരുത്തിട്ട് ഇത് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ്, റിസർവാണ്, വെയിറ്റിംഗ് ലിസ്റ്റല്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം പറയുന്ന സമയത്ത്. നമുക്ക് ജനാസക്ക് ചുറ്റും ആയിരങ്ങൾ പങ്കെടുക്കാൻ ഖാലിദ് പഠിപ്പിച്ചെന്നത്, റസാക്ക് കൊറ്റി പഠിപ്പിച്ചെന്നത്, വെള്ളിൽ ഉസ്താദ് പഠിപ്പിച്ചെന്നത് അല്ല. സർവോപരി നമ്മുടെ ഉലമാ മുഴുവനും പഠിപ്പിച്ചെന്നത് ജീവിതം മറ്റുള്ളവർക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ എന്താണോ കൂടുതലായിട്ടുള്ളത് ആ ആശയത്തിലായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്തുകാരൻ മരണപ്പെടുന്നത് സുന്നിയായിട്ടായിരിക്കും. അവിടെയാണ് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഔലിയാക്കളോട് അദാവത്ത് ഉണ്ടെങ്കിൽ, ശത്രുത ഉണ്ടെങ്കിൽ, ഔലിയാക്കളോട്, സാദാത്തുക്കളോട്, ആലിമീങ്ങളോട് വെറുപ്പ് ഉണ്ടെങ്കിൽ അയാളുടെ ആഖിബത്ത് ചീത്തയാവാൻ ആ ഒറ്റ തെറ്റ് ഉണ്ടായാൽ മതി. ആരാണ് ഔലിയാക്കൾ, ആരാണ് അള്ളാഹുവിൻ്റെ വലിയ എന്ന് നമ്മളെപ്പോലുള്ള ദുർബലരായ മനുഷ്യർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞോളണം എന്നില്ല. ഓട്ടോ ഡ്രൈവറായ ഒരാളോ ചുമട്ട് തൊഴിലാളിയായ ഒരാളോ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനല്ല, ഇവൻ അള്ളാഹുവിൻ്റെ വലിയല്ല എന്ന് തറപ്പിച്ച് പറയാൻ നമ്മളാരാണ്? അതുകൊണ്ടാണ് ഇസ്ലാമിൽ ആരെയും നിന്ദിക്കരുത് എന്ന ആശയം കടന്നു വരുന്നത്. നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ ഇയാൾ എൻ്റെ അത്ര തെറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കണം. നമ്മേക്കാൾ പ്രായം കൂടുതലാണെങ്കിൽ എന്നേക്കാൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തയാളാണ് എന്ന് കരുതണം. ഇനി ഒരു നായയാണ് കാണുന്നതെങ്കിൽ ഈ നായ നരകത്തിൽ പോകില്ല എന്ന് ഉറപ്പാണല്ലോ എന്ന് വിചാരിക്കണം. അത് കണ്ട നായ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയാണെങ്കിൽ സ്വർഗ്ഗം ഉറപ്പിച്ചതുമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മനസ്സിൽ അദബ് കീപ്പ് ചെയ്യുന്നവരാവണം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാളെപ്പോഴാണ് നന്നാവുക, സ്വാലിഹാവുക എന്ന ചോദ്യം വന്നപ്പോൾ മഹാൻ്റെ മറുപടി, എല്ലാവരും എന്നേക്കാൾ ഉയർന്നവരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാൾ നന്നാവുക എന്ന് മഹാൻ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. ആ ആശയത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടത്. ഒരാളെയും ജീവിതത്തിൽ നമ്മൾ നിന്ദിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ ആരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ് വേഗത്തിൽ മനസ്സിലാവുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്ത് അവിടുത്തോട് ചേർന്നിരുന്നു കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ ചേർന്ന് ഇരിക്കുന്ന കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്തിക്കുന്നു, അലിയാറെ എങ്ങനെയാണ് ഇടത് ഭാഗത്തിരിക്കാൻ പറയുക? വലത് ഭാഗത്താണെങ്കിൽ സിദ്ദീഖുൽ അക്ബറും ഉണ്ട് താനും. സിദ്ദീഖ് തങ്ങളെ മാറ്റി നിർത്തൽ സാധ്യമല്ല.
അലിയാറോട് ഇടത്തെ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞാൽ പ്രയാസമില്ലെങ്കിലും അലിയാരുടെ സ്ഥാനം വലുതാണല്ലോ. ഇങ്ങനെ എന്താണ് അലിയാർ തങ്ങളോട് പറയേണ്ടത് എന്ന് വിചാരിക്കുമ്പോഴേക്ക് അലിയാർ തങ്ങൾ പരിസരത്തെത്തുമ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നിട്ട് മുത്തുനബിയുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഇടയിലിരുത്തുന്നുണ്ട്. അന്നേരമാണ് നബി തങ്ങൾ പറയണത്, വലിയനെ മനസ്സിലാവുള്ളൂ എന്ന്. ആ ദറജ നമുക്ക് ഏതായാലും ഇല്ല. ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ, അള്ളാഹു നിന്ദിച്ചത് ആരെയാണ് എന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ഒരു സംഘടനാ വൈജാത്യത്തിൻ്റെ പേരിലോ ഏത് സാഹചര്യത്തിൻ്റെ പേരിലോ ആരെയും ചെറുതാക്കിയിട്ട് ആഹാരം കൊള്ളാക്കാൻ നമ്മളാരും മുതിരരുത്. വിശേഷിച്ച് നമ്മൾ പരിഹസിക്കുന്നയാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായാൽ, നമ്മൾ അദബുകേട് കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരോടാണെങ്കിൽ ആഖിറത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വലനുദീക്കന്നഹും മിനൽ അദാബിൽ അതിന ചെറിയ ചെറിയ ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കിട്ടിത്തുടങ്ങും. അതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മുടെ മക്കൾ മോശക്കാരാവുക, നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല. സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ ഒരാൾ അബൂ യസീദ് തങ്ങൾക്കെതിരെ എന്തോ വേണ്ടാത്തരം വർത്തമാനം പറഞ്ഞപ്പോൾ മഹാൻ അവറുകളുടെ ദർസിൽ നിന്ന് ആ ചെറുക്കനെ പുറത്താക്കി. പിറ്റേത്തെ ആഴ്ചയിൽ തന്നെ ഒരു പീഡന കേസിൽ, സ്ത്രീ പീഡന കേസിൽ പിടിക്കപ്പെട്ടതായി അയാളെക്കുറിച്ച് ന്യൂസ് വന്നു എന്ന് റൂഹുൽ ബയാൻ തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം. ജീവിതത്തിൽ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആരെയും നിന്ദിക്കാൻ നമ്മൾ പോകരുത്, ആരെയും മോശം ചിന്തിക്കരുത്. അൽ മൻഹജുൽ മുത്തഹർ എന്നൊരു ഗ്രന്ഥമുണ്ട് ഇമാം ഷാറാനി റഹിമുള്ളക്ക്. അതിലെ വിഷയം തന്നെ തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മീൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്നാണ് ആ കിതാബിൻ്റെ മറ്റൊരു പേര്. ആരെക്കുറിച്ചും തെറ്റുധാരണ നമുക്കുണ്ടാവരുത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവാനേ പാടില്ല. ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഇഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഒരാളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുത്താൻ താല്പര്യപ്പെട്ടാൽ അള്ളാഹു ചെയ്യുന്നത്, ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ചെയ്യുന്നത് അയാളോട് ശത്രുത ഉള്ള ആളോട് അയാളുടെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ ചാൻസ് കൊടുക്കും. ഉദാഹരണത്തിന് ഒരാളെക്കുറിച്ചുള്ള ചർച്ച മഗ്‌രിബിന് 7:15 തുടങ്ങി 10:15 മഹല്ല് വാട്സപ്പ് ഗ്രൂപ്പിൽ അവസാനിക്കണം. ആ 3 മണിക്കൂർ കൊണ്ട് നാട്ടുകാരുടെ ഹജ്ജും ഉംറയും സ്വതക്കയും പള്ളി നിർമ്മാണവും ദീനീ പ്രവർത്തനവും സാന്ത്വന പ്രവർത്തനവുമെല്ലാം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് അബ്ദുൽ വഹാബ് ഷാറാനി റഹിമഹുല്ലയുടെ തത്ഹീറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആരുടെയും പച്ചിറച്ചി തിന്നുന്ന, മാംസം കടിച്ചു കയറുന്ന സ്വഭാവം എന്തിൻ്റെ പേരിലായാലും ഉണ്ടാവരുത്. നമ്മൾ കുറ്റപ്പെടുത്തുന്നയാൾ, നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അയാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന സമയമാണെങ്കിൽ പ്രതിക്കൂട്ടിലാകും ആഖിറത്തിൽ. സംഘടനാ പ്രവർത്തനത്തിൻ്റെ മൂർധന്യത്തിലാവുക എന്നുള്ളത് വേറൊരാളെ കുറ്റം പറയലല്ല എന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ആശയമാണ്. അതാണ് ഒന്നാമത് നമുക്കുണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ ആരെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും മദ്ഹ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകാതെ ശ്രദ്ധിക്കുകയും വേണം. സ്വഹാബി അല്ലാത്ത ഒരാൾക്ക് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ പറ്റുമോ എന്ന് അഇമ്മത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ട്. ഈ ചർച്ച എവിടെയാണ് ഇമാമികൾ കൊണ്ടുവരുന്നതെന്നറിയോ? ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ മുഴുവൻ കൂലിയും അക്കൗണ്ടിലേക്ക് വാങ്ങി വാരിക്കൂട്ടുന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ പേര് ഫിഖഹിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞപ്പോൾ റളിയല്ലാഹു ചൊല്ലിയപ്പോഴാണ് ഷുറാഹ് ചർച്ച ചെയ്യണത് സ്വഹാബി അല്ലാത്തവരുടെ പേരിൽ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ പറ്റുമോ. ചർച്ചകൾക്കൊടുവിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മുഅ്തമദായ അഭിപ്രായ പ്രകാരം
ചൊല്ലാം. എന്നാലും അയിമ്മത്ത് ചർച്ച ചെയ്യുകയാണ്, റളിയല്ലാഹു അൻഹു എന്ന പോസ്റ്റ് സ്വഹാബിക്ക് മാത്രം ഉള്ളതാണോ, അല്ല പിൽക്കാല അയിമ്മത്തിന് പറ്റുമോ? അത്ര വരെ സൂക്ഷ്മത പുലർത്തിയവരാണ് നമ്മുടെ മഹാന്മാർ. അതുകൊണ്ട് കണ്ടതും കേട്ടതും പറയുന്നവരല്ല സുന്നികൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കണം. ആരെക്കുറിച്ച് മദ്ഹ് ചെയ്യുമ്പോഴും ഉള്ളതേ പറയാൻ പറ്റൂ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫല്യതബവ്വഉ മഖഅദുഹു മിനന്നാർ, അവൻ നരകത്തിലെ സീറ്റ് റിസർവ്ഡാണ്. അബൂജഹലാറ്റ് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാറ്റി ഇരുത്തിട്ട് ഇത് ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ്, റിസർവാണ്, വെയിറ്റിംഗ് ലിസ്റ്റല്ല എന്ന് പറഞ്ഞ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം പറയുന്ന സമയത്ത്. സാധാരണ ഒരാളുടെ പേരിൽ കളവ് പറയണത് ഹറാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയണത് കബീറത്താണ്, വൻദോഷമാണ്. അപ്പോൾ നമ്മുടെ സംസാരമൊക്കെ എപ്പോഴും വളരെ പക്വതയുള്ളതും വളരെ കൃത്യതയുള്ളതും ആയിരിക്കണമെന്ന് ഒരു ഫ്രെയിം ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഔലിയാക്കളോട് ഹുബ്ബ് ഉണ്ട് എന്നുള്ളതിന് 3 അടയാളങ്ങളാണ് അഇമ്മത്ത് എഴുതി വെക്കുന്നത്. നമുക്ക് ജീലാനി തങ്ങളോട് ഇഷ്ടമുണ്ട്, റിഫായ് ഷേഖിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, CM വലിയുല്ലാഹി തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നതിന് 3 അടയാളങ്ങളാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നു. 1, അവരുടെ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് നമ്മളും ചെയ്യുക. ജീലാനി തങ്ങൾ കൂടുതൽ ചെയ്തത് ദീനെ ജീവിപ്പിക്കാനുള്ള പണിയാണ്, അപ്പോൾ നമ്മളും ചെയ്യുക. ജീലാനി തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ട് മെമ്പർഷിപ്പ് ഉണ്ടാവും. എന്തുകൊണ്ട്? അവർ ദീനി പ്രവർത്തകരാണ്, അതുകൊണ്ട് നമ്മൾ ദീനി പ്രവർത്തകരാവണം. ഒറ്റയാനായി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ഹൈറാത്തുകൾ മുടങ്ങാനുള്ള കാരണമാണ്. ഒരുപാട് ആൾക്കാരുടെ ദുആ കിട്ടാനും ഒരുപാട് ഹൈറാത്തുകൾക്ക് തൗഫീഖ് കിട്ടാനുള്ള പുതിയ കാല പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പ്രാസ്ഥാനിക പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം എന്നുള്ളത്. സംഘടനയിൽ ഉള്ള ഒരു മുദരിസ് സംഘടനയിൽ ഇല്ലാത്ത ഒരു മുദരിസും തമ്മിലുള്ള അന്തരം നമുക്ക് പച്ചയായ പകൽ വെളിച്ചം പോലെ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ സംഘടനാ വർഷം ജാമിഅ സഅദിയയിൽ വെച്ച് SSFൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് നടക്കുന്നു. അന്ന് ജാമിഅ സഅദിയയിലെ സീനിയർ മുദരിസും സമസ്ത മുഷാവറയിലെ മുതിർന്ന ലീഡറുമായ മാണിക്കോത്ത് ഉസ്താദാണ് നമുക്ക് നസീഹത്ത് നൽകി ദുആ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ക്ഷണിക്കപ്പെട്ടത്. ഉസ്താദ് ദുആക്ക് വേണ്ടി ചെയറിൽ ഇരുന്ന് അല്പം നസീഹത്ത് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ഈ ജാഫർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CN ജാഫർ സാറയാണ്. ഈ ജാഫർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പരിപാടിക്കൊന്നും വരില്ല, ദർസൊക്കെ നിർത്തിയിട്ട് ഞാൻ ആ പരിപാടിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ജാഫർ വീണ്ടും എന്നെ വിളിച്ചപ്പോൾ തുഹഫയും ബുഖാരി ഓതി കൊടുക്കുന്ന മഹാനായ മാണിക്കോത്ത് ഉസ്താദിൻ്റെ നേരെ വാക്കെടുത്തു തിരിച്ച് പറയുകയാണ്. ഉസ്താദ് പറയാണ്, വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ വരില്ല, നിങ്ങളുടെ പരിപാടിക്കൊന്നും ഞാൻ വരില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരണപ്പെട്ടാൽ ഈ ജാഫറിനെ പോലത്തെ SSFൻ്റെ കുട്ടികളല്ലേ എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടതും ലക്ഷക്കണക്കിന് തഹ്ലീലിന് അവസരം ഒരുക്കേണ്ടതും, ഇവരെ മേലല്ലേ ഈ വാട്സപ്പ് മറ്റിലുള്ളത്. അങ്ങനെയാണ് മക്കളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ജാഫറെ, SSFകാരെ, ഞാനൊക്കെ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ദ്വാരക്കണേ എന്ന് പറയുമ്പോൾ അവിടെയുള്ള 2000-ലധികം വരുന്ന SSFകാരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വീണുപോയി. ഈ പ്രസ്ഥാനത്തെ ഈ മുതിർന്ന ലീഡേഴ്സ്, പതിറ്റാണ്ടുകളോളം ദർശനം നടത്തിയ ഉസ്താദുമാരും എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ പ്രതീക്ഷയോടെ പ്രവർത്തകരെ നോക്കിക്കാണുന്നത് എന്ന ആശയമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം, അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കും. CM വലിയുല്ലാഹി തങ്ങൾ എന്തിനു ജീവിച്ചു എന്ന ഉദ്ഘാടന സംസാരത്തിൽ സെയ്ദ് അവർകൾ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകേണ്ടയാളല്ല. നമ്മൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം. സംസ്ഥാന ട്രഷറർ SYSൻ്റേത് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ബദുർ സാദാത്ത് ഖലീൽ തങ്ങ ഉപ്പാപ്പയുടെ ജ്യേഷ്ഠനും സാദാത്തുക്കളുടെ കൂട്ടത്തിൽ മുതിർന്ന ആളുമായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട്
അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവിടുന്ന് വഫാത്താവണം. മഞ്ചേശ്വരം മൽഹറാണ് അവിടുത്തെ പ്രധാന നേതൃത്വം നൽകുന്ന സ്ഥാപനം. തങ്ങൾ ഉപ്പാപ്പയോട് മൽഹറുകാർ ചോദിച്ചത്ര, തങ്ങൾ ആഴ്ചക്ക് എന്തിനാണ് SYSൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിന് കോഴിക്കോടേക്ക് പോകുന്നത്? മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ കർണാടകയുടെ കുറച്ച് ഇപ്പുറത്തുള്ളൊരു ബോർഡറാണ്. കാസർഗോഡ് നിന്നും ഇനിയും ഉപ്പളയും കുമ്പളയൊക്കെ കഴിയണം. അവിടുന്ന് കോഴിക്കോട് എത്തണമെങ്കിൽ ഏറെക്കുറെ 2+ മണിക്കൂർ എടുക്കും. കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ദുആ സ്വലാത്തിനൊക്കെ നേതൃത്വം നൽകാനുണ്ടെങ്കിൽ അന്ന് പോയി അവിടെ മീറ്റിങ്ങിൻ്റെ ദിവസമാണെങ്കിൽ പങ്കെടുക്കാം എന്നല്ലാതെ മീറ്റിങ്ങിനായിട്ട് കോഴിക്കോടേക്ക് ആഴ്ചക്ക് എന്തിനു പോകണം എന്ന ചോദ്യത്തിന് തങ്ങൾക്ക് ചോദ്യത്തിൻ്റെ താല്പര്യം ബോധ്യം തങ്ങൾ ജാമ്യവും മാനിയായൊരു മറുപടിയാണ് പറഞ്ഞേക്കണത്. എന്താ തങ്ങളുടെ മറുപടി എന്നറിയാം? എന്നെക്കൊണ്ട് SYSനൊന്നും ഉപകാരമൊന്നും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ക്ലാസ് നോട്ടും സർക്കുലറും മറ്റ് അജണ്ടകളൊക്കെ നിർണ്ണയിക്കാൻ പ്രിയപ്പെട്ട SYSൻ്റെ സംഘടനയിലെ നേരത്തെയുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിലും, ഒന്ന് പറഞ്ഞാൽ SYS കൊണ്ട് എനിക്കൊന്നും ഉപകാരമൊന്നുമില്ലെങ്കിലും SYSന് എന്നെ കൊണ്ടൊന്നും ഉപകാരമില്ലെങ്കിലും SYS കൊണ്ട് ഞാൻ നന്നാവുന്നുണ്ട് എന്നാണ് ആര് പറയണത്? ഒരുപാട് ത്വരീക്കത്തിൻ്റെ ഷെയ്ഖായ പൊസോട്ട തങ്ങളുപ്പാപ്പ പറയണത്. അതാണ് കൂട്ടുകാരെ നമ്മുടെ ഉലമാ നമുക്ക് വരച്ച് തന്നൊരു വഴി. അതാണ് ഔലിയായിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാ ആൾക്കാരും ഒന്നാമത് ചിന്തിക്കേണ്ടത്. അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കും. ചെറിയ ചെറിയ പൊട്ടലുകളും ചീറ്റലുകളും മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഉണ്ടാകും. ഇബ്രാഹിം നബി കഅബ എടുക്കുന്ന സമയത്ത് SSFകാരനായ ഇസ്മായിൽ നബിയും കൂടി കൂട്ടിയിട്ടാണല്ലോ കഅബ നിർമ്മിച്ചത്. ആ കഅബയിലേക്ക് തിരിയുന്നവർ ചേർത്തു പിടിക്കലിൻ്റെ ആശയങ്ങൾ തന്നെയാണ് എപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇനി എന്തെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നതുകൊണ്ടൊന്നും ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു പോകരുത്. അങ്ങനെ അടിച്ചു പോയാൽ നമ്മൾ ഒറ്റയാനാവും, നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. ജനാസ കട്ടിലിൽ ചുറ്റുവട്ടത്ത് കുറേ പേരുണ്ടാവണമെങ്കിൽ, നമ്മളെ മീസാൻ കല്ല് തിരിഞ്ഞു നോക്കാൻ ആൾക്കാരുണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറേ പേർക്ക് വേണ്ടി ജീവിക്കണം. അർശിൻ്റെ തണൽ കിട്ടുന്ന 87 വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മഹാനായ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള. ആ വിഷയം പറയാൻ വേണ്ടി മാത്രം മഹാന് 2 റിസാലകളുണ്ട്. സഹാബി ഇമാമിനുണ്ട്, ഇബ്നു അന്നാൻ്റെ വിശദീകരണമുണ്ട്, കുറേ അയിമ്മത്തിനുണ്ട്. അതിൽ ഒന്നാമത് നമ്മളൊക്കെ ബുഖാരിയിൽ കേൾക്കുന്ന സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല എന്ന് പറയുന്ന ഒന്നാമത്തേത് മുതൽ അതിലേറെക്കുറെ വിഭാഗവും ആർക്കാണ് അർശിൻ്റെ തണൽ കിട്ടുന്നത് എന്ന് പരിശോധിച്ചാൽ ഒന്നാമത് ആരെയാണ് പറയണത്? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. എന്താണ് നീതിമാനായ ഭരണാധികാരിക്ക് അർശിൻ്റെ തണൽ ലഭിക്കാനുള്ള കാരണം? ബിക്കോസ് അയാൾ ജീവിതത്തിൽ കുറേ പേർക്ക് തണലായി. അതുകൊണ്ട് തന്നെ അയാൾക്ക് തണൽ ആവശ്യമുള്ള സമയത്ത് ഞാൻ തണൽ കൊടുക്കും എന്നാണ് പറയുന്നതിൻ്റെ തർക്കം. നമ്മൾ കുറേ പേർക്ക് തണലാവുന്നതിൻ്റെ പേരാണ് SYS സാന്ത്വനം. അതിൻ്റെ പേരാണ് SYS സാന്ത്വനം, SYS ആശ്വാസം, മുസ്ലിം ജമാഅത്തിൻ്റെ ഭവന പദ്ധതി. അതാണ് തണൽ ആവുക എന്ന് പറയുന്നത്. ഇസ്ലാമിലൊരു സിദ്ധാന്തമുണ്ട്. എന്താണ് സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, ഏത് ആശയമാണോ ജീവിതത്തിൽ കൂടുതലുള്ളത് അതേ ആശയത്തിലായിരിക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ വേണ്ടി, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹ് പറഞ്ഞത് ഹൽ ജസാ ഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മയുടെ കൂലി നന്മയായിട്ട് തരും എന്ന്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ താല്പര്യം? ഒരാൾ വേറൊരാളുടെ എന്തോ ഒരു കുറവ് അറിഞ്ഞു, അയാളുടെ സാമ്പത്തികമായ തട്ടിപ്പ്, അയാൾ ആരോടോ നടത്തിയ ഒരു വെട്ടിപ്പ് അറിഞ്ഞു. മഹല്ല് ഗ്രൂപ്പിൽ ഇട്ട് വഷളാക്കാതെ, കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അയാളെ കൊളാക്കാതെ, അയാളുടെ കുറവ് ആരോടും പറയാതെ മറച്ചു വെച്ചാൽ ഉറപ്പ്, നിൻ്റെ ഒരു കുറവിൻ്റെ ലഗേജും മാഷറിൽ ഞാൻ തുറക്കൂല, പൊട്ടിക്കൂല. അള്ളാൻ്റെ ഓർഡർ അങ്ങനെയാണ്. എന്ത് നന്മയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്തത്, ആ നന്മൻ്റെ നേരെ മിസിലായിരിക്കും ഇരട്ടിയായിട്ട് പ്രതിഫലം തരുന്നത്. അതാണ് പറയണത് വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. നീ ഒരാളെ സഹായിച്ചാൽ നിന്നെ എല്ലാ കാലത്തും ഞാൻ സഹായിക്കും. നവവി ഇമാമിൻ്റെ തർജുമ എഴുതുമ്പോൾ അവിടെ വിശദീകരണത്തിൽ കാണാം, ഒരാളെ സഹായിച്ചാൽ തന്നെ, ഒരു മുഅ്മിനെ സഹായിച്ചാൽ തന്നെ
നിന്റെ കാര്യം മുഴുവൻ റബ്ബ് ഏറ്റെടുക്കുമെങ്കിൽ 1000കണക്കിന് ആളെ ഏറ്റെടുക്കണ നമ്മുടെ ഉസ്താദുമാരുടെ പ്രതിഫലം എത്രയായിരിക്കും? ഈ പ്രാവശ്യത്തെ മർക്കസ് സമ്മേളനത്തിൽ സനത് കൊടുത്ത മുത്തഅല്ലിമീങ്ങളടക്കം 12,000-ന് മേലെ സഖാഫികളായി. എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എക്സാം എഴുതി ഫാരിഗായി കാമിൽ സഖാഫിമാരും സഖാഫിമാരായ ആൾക്കാർക്ക് സനത് കിട്ടണത്രേ. 7,000-ലധികം യത്തീം മക്കൾ പഠിച്ചിറങ്ങി തുർക്കിയ യത്തീംഖാനയിൽ നിന്ന്. SSFൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി മർക്കസിൽ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത്. എത്ര പേരുടെ തണലാണ് ഈ അവശകാലത്തും അവിടുത്തെ ജീവിതം കൊണ്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. CM വലിയുള്ളഹയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സുൽത്താനുൽ ഉലമയുടെ അനുയായികളായി നമ്മളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ പറച്ചിലൊക്കെ കുറച്ചൊന്ന് നിർത്തി മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവരായി നമ്മൾ മാറണം. ഖന്തക്കിൻ്റെ ഭൂമിയിൽ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് മണ്ണിങ്ങനെ കുഴിയിൽ നിന്ന് വന്ന് മുത്തുനബിയുടെ ഷോൾഡർ വരെ മണ്ണെത്തിയിട്ടുണ്ട്. മണ്ണിൽ ഇറങ്ങിയ നേതാവാണ് നമ്മുടെ നേതാവ്. അതിനപ്പുറം ഇനി എന്താ വേണ്ടത്? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആളുടെ പേരാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ലാസ്റ്റേ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ, ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ. എന്താണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നതിൻ്റെ താല്പര്യം? രാത്രി ഫുഡ് കിട്ടാത്ത അഹ്ലു സുഫത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടാവരുത് എന്നാണ് അവിടുത്തെ മനസ്സിലെ സ്നേഹം, സാന്ത്വനം. കണ്ടോ, അഹ്ലു സുഫത്ത് ഈ ഭാഗത്തുണ്ടാവും, പണക്കാരായ മയാസിർ സ്വഹാബ പണക്കാർ ഇവിടെ ഉണ്ടാവും. ഓരോ സ്വഹാബിമാരെ വിളിച്ചുകൊണ്ട് ചോദിക്കും, മോനിക്ക് എത്ര പേരെ ഇന്ന് വീട്ടിലേക്ക് ഫുഡിന് കൊണ്ടുപോകാൻ പറ്റും? 2 ആൾ വരും. മോനിക്ക് എത്ര പേരെ? 2 ആളെ. ഇനി എത്ര പേരുണ്ട്? ഇനിയും 60 ആളുണ്ടല്ലേ, കുഴപ്പമില്ല. ഈ ത്യാഗം കണ്ടിട്ട് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 38 ആളെ തക്കാഫുൽ ഏറ്റെടുത്തോളാം. അങ്ങനെ തന്നെയാണ് കേരളീയ ഉമ്മത്ത് തക്കാഫുൽ ഏറ്റെടുത്തത്. ശരിക്കും എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോണത്? എന്താ കാര്യം? എന്താ അതിൻ്റെ കാര്യം? കൊടുത്തവർ തന്നെ കൊടുക്കുന്നു. പിരിവുണ്ടാവുമെങ്കിൽ ഞാൻ ആ പരിപാടിക്ക് വരില്ല എന്ന് പറഞ്ഞവർ തന്നെ ഫസ്റ്റ് തക്കാഫുൽ ഏറ്റെടുക്കുന്നു. ഗൾഫിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉസ്താദേ ഇവിടെ പിരിവ് കൊണ്ട് മുട്ടി തീർക്കുകയാണ്. എന്നിട്ട് അവരെന്നല്ലേ ഇതൊക്കെ കൊടുക്കുന്നത് വീണ്ടും. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 1400 കൊല്ലം മുമ്പ് നുബുവത്തിൻ്റെ ചുണ്ടിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ടുണ്ട്. ആ വാക്കെന്തായിരുന്നു എന്ന് വെച്ചാൽ അന വഖാഫുലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ആ വാക്കിന് കോടിക്കണക്കിന് യതീമക്കളുടെ തണലുണ്ട് ആ വാക്കിൽ. ആ വാക്ക് നുബുവത്തിൻ്റെ ചുണ്ടിൽ നിന്ന് വന്നുകൊണ്ട് അതിനത്രമാത്രം ശക്തിയുണ്ട്. ഇനി ഒരു മാസത്തേക്ക് ഇവിടെ ഒരു പിരിവും വേണ്ട എന്ന് പറഞ്ഞ സദസ്സിൽ തന്നെ പിരിവുണ്ട്. റളിയല്ലാഹു അൻഹു ഷെയ്ഖ്സാദ നമുക്കറിയാം, ബൈലാവിക്ക് ഹാഷ് എഴുതിയ ലോകപ്രശസ്തനായ പണ്ഡിതനാണ്, ഖാളിയാണ് മഹാനവർകൾ. ഖാളിയായ കാലത്ത് ആഴ്ചയിൽ ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണും. ഒരു വട്ടം. ഇത് ആഴ്ചയിൽ കണ്ടാൽ പോരാ, ആഴ്ചയിൽ ഗൈറു മറ, ഒന്നിലധികം, വൺസ് മോർ കാണണം എന്ന് വിചാരിച്ച് മഹാനവർകൾ വിചാരിച്ചു, ഇതിനെന്താ ഞാൻ കൂടുതൽ ചെയ്യേണ്ടത്? അതിന് ഷെയ്ഖ്സാദ ഇമാമിന് തോന്നിയത്, ഈ സംഘടനാ പ്രവർത്തകരായ ആൾക്കാർക്കൊക്കെ ചിലപ്പം തോന്നും, ഞാൻ ഈ സുന്നി വോയിസ് ചേർക്കലും സിറാജ് ഗമൻ എന്നെ കൊണ്ടാവില്ല, അപ്പോൾ ആരും ഫോം വിളിച്ച് എടുക്കണമില്ല, ചേരുന്നുമില്ല, ഇനി ചേർന്നാൽ തന്നെ പൈസ കിട്ടുന്നുമില്ല മെമ്പർഷിപ്പ്, ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഫുൾ ഷാദുലി മഹ്ലറത്തുൽ ബദരിയ ഉറൂസ് പരിപാടി അങ്ങനെ സജീവാകാം എന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ? ഷെയ്ഖ്സാദ ഇമാമിന് തോന്നി ഖാളിയൊക്കെ ഒന്ന് റിസൈൻ ചെയ്ത് രാജിവെച്ചിട്ട് പണി നിർത്തുക. കാരണം ഖാളിയാകുമ്പോൾ കുറേ ചൊറ മാലക്കെട്ടൊക്കെ ഉണ്ട്. ആ പ്രശ്നം, ഈ പ്രശ്നം, ആ പ്രശ്നം, 2 മഹല്ല് പ്രശ്നം, ഖാളി പ്രശ്നം, മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്ന് നിർത്താം എന്ന് തോന്നി രാജിവെച്ചു. എന്തിന്? ആഴ്ചയിൽ 1 കാണണ്ട, കൂടുതൽ കാണാം തങ്ങളെ എന്ന് വിചാരിച്ചിട്ട്. ആഴ്ചയിൽ 1 തവണ വന്നിരുന്ന തങ്ങൾ വരവ് സ്റ്റോപ്പ് ചെയ്തു. മുനാവി ഇമാമിൻ്റെ തബഖാത്തിൽ കാണാം, മഹാന് തന്നെ ബോധ്യമായി ഞാനെടുത്ത തീരുമാനം ശരിയല്ല എന്ന്. ഖാളി സ്ഥാനം റീജോയിൻ ചെയ്തു, വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോഴാണ് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിച്ചു, ലിമ തഅഖർത യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താ വരാതിരുന്നത്? കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനും നീയും തമ്മിലുള്ള സ്പെഷ്യൽ കോണ്ടാക്ട്, ആ ഉസ്ലത്ത് എന്ന് പറയുന്നത് നീ ഖാളിയാവുമ്പോഴേ നടക്കണുള്ളൂ. കാരണം ഈ ഖാളിയാകുന്ന സമയത്ത് കുറേ ആളുടെ പ്രശ്നം കേൾക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു, കുറേ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, കുറേ ആൾക്ക് വേണ്ടി നീ ജീവിക്കുന്നു. അതല്ലേ നമ്മൾ ഇപ്പം എന്താ പരിപാടി? വിശ്രമ ജീവിതം അത് ഖബറിലല്ലേ? ഞാനൊക്കെ SSF ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹാത്ത്
ഹാത്തിമുൽ അസമു തങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഡയലോഗൊക്കെ കവറിൽ വേണ്ട മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്ന ആണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വൽ ഫഖ്റ ഇലൽ മീസാൻ. എപ്പോഴും ഫഖ്ർ പറച്ചിൽ മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ അടുത്ത് സുൽത്താനുൽ ഉസ്താദിനെ കാണാൻ വേണ്ടി സംഘടനയുടെ കുറച്ച് ആൾക്കാർ പോയ സമയത്ത് ഉസ്താദ് യാസീൻ ഓതിപ്പിച്ച് വമന്നു അമറു എന്ന ആയത്ത് ഓതിയപ്പോൾ ഉസ്താദ് ഒറ്റ കരച്ചിൽ. എന്തിനാ ഉസ്താദ് കരയുന്നത് എന്ന ആശയത്തിന് ഉസ്താദിൻ്റെ മറുപടി പറഞ്ഞു, ആയുഷ്കാലത്തെ കുറിച്ച് അല്ല ചോദിക്കൂല. അള്ളാഹിനോട് എന്താ പറയല്? ആരായി പറയണത്? കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മുവഫക്കായ ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉസ്താദിനും പേടിയാണ് ആഖിറോർക്കും. താജുലുലമയുടെ, നൂറുലുലമയുടെ, കൻസുലുലമ ഉസ്താദിൻ്റെ, മഹാനായ സുൽത്താനുൽ ഉസ്താദിൻ്റെ ഒക്കെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് അവരുടെയൊക്കെ ലാസ്റ്റ് കാലത്ത് ഉസ്താദിൻ്റെ രോഗശേഷം ഉസ്താദിന് പെട്ടെന്ന് എന്തൊക്കെ അറിയണത് ആഖിറത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണ്ടതെന്നാണ് അവരുടെയൊക്കെ വിചാരങ്ങൾ. കൂട്ടുകാരെ, നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഖബർ പൊന്നാക്കാൻ പറ്റുന്ന, മണിയറയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് സംഘടനാ കാലം. ഒറ്റക്കുള്ള ഇബാദത്തുകൊണ്ട് കഴിച്ചിലാവില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് കുറേ ആൾക്കാരുടെ ഹൈറാത്തുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് സംഘടനാ പ്രവർത്തനം. മരണം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിൽ തീർച്ച നമ്മുടെ ഭക്ഷണം കഴിച്ചയാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ ശഫായത്ത് കിട്ടും. എത്ര പേർക്ക് ഇഫ്താറാണ് പ്രസ്ഥാനം കൊടുക്കുന്നത്? എത്ര മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, എത്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് SSF, മുസ്ലിം ജമാഅത്തിൻ്റെ, SYSൻ്റെ ഒക്കെ സഹായത്തോടെ ക്യാമ്പസ് ഇഫ്താർ കൊടുക്കുന്നത്. ആ ഇഫ്താർ ഉള്ളത് കൊണ്ട് മാത്രം നോമ്പ് എടുക്കാൻ എത്ര ക്യാമ്പസ് സ്റ്റുഡൻസിന് ധൈര്യമുണ്ട്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ SSFൻ്റെ ഗോൾഡൻ 50 കണ്ണൂർ ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭം. 1.5 ലക്ഷം പ്രവർത്തകർ റാലി കഴിഞ്ഞിട്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് റാലി കഴിഞ്ഞ് ഈ റമദാൻ കഴിഞ്ഞ് ഏപ്രിൽ 29 ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് എല്ലാവരും ആ ചെറിയ കവാടത്തിലൂടെ കയറി വരുമ്പോൾ ആ പച്ചപ്പരധാനി പോലെ വിരിച്ചിരിക്കുന്നതിൽ ഒരു 1.5 ലക്ഷത്തിലധികം വരുന്ന ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കളകളാ കുടിച്ചത് അല്ല സ്വീകരിക്കൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സ്പോൺസർ ചെയ്താൽ അതിൻ്റെ സംഘാടന വഹിച്ചവർക്ക് കൂലി കിട്ടൂല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? പിന്നെ ചില ആൾക്കാർ പിന്നെ റമദാനിലൊന്നും ഇതിന് കിട്ടൂല. അപ്പോൾ ബദർ യുദ്ധം എപ്പോൾ നടന്നത്? ശവ്വാലോ. ബദർ യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ടിനെ എപ്പോഴും പഠിച്ചു നോക്കണം. ഈത്തിക്കാഫിൻ്റെ മഹത്വം, സുഹൃതങ്ങളുടെ നന്മകളുടെ എല്ലാ ഫലായിലും അവർ പഠിച്ചിട്ടും റമദാനിൽ എന്താ അവർ ചെയ്യണത്? ഗൾഫിലേക്ക് പറക്കണത്. എയർ അറബിയിൽ ഇരുന്ന ഈത്തിക്കാഫിൻ്റെ കൂലി കിട്ടുമോ? ഇൻഡിഗോയിലിരുന്നാൽ എന്താ കിട്ടുക? അവർക്കറിയാം വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാക്കാനൽ അബ്ദു ഫീ ഔനി അഖി. അതാണ് ഹസൻ റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാളോട് കടം വാങ്ങിയിരുന്നു, ഡേറ്റ് ആയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു, നിങ്ങളൊന്ന് സംസാരിച്ചാൽ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് തരാൻ സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് സംസാരിച്ചാലാവും. ഓക്കെ. മഹാനവറുകൾ തവാഫ് നിർത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ബൈഹഖി ഇമാമ് അവിടുന്ന് രേഖപ്പെടുത്തുന്ന ആശയം. അയാളോട് സംസാരിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഏത് പ്രവർത്തനം കാണുമ്പോഴും കുറച്ച് ദൂരത്തുനിന്നൊരു 110 ടീമുണ്ടാവും, അസൂയാലുക്കൾ. അവരുടെ ഡയലോഗുകൾ ആത്മാർത്ഥതയുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന ഡയലോഗായിരിക്കും. ഉദാഹരണത്തിന്, സമ്മേളനമൊക്കെ നടത്തുന്ന പൈസനെ കൊണ്ട് യത്തീം കുട്ടികളെ കെട്ടിച്ചൂടെ? യത്തീം കുട്ടികളെ കേരളത്തിൽ കെട്ടിക്കാൻ തുടങ്ങിയാലോടാ ഈ ചോദിക്കുന്നത്. ഈ റാലിയൊക്കെ നടത്തുന്ന ഇത് കൊണ്ട് വേറെന്തെങ്കിലും പള്ളി എടുത്തൂടെ? ആരോട്? 3000-ലധികം പള്ളിയെടുത്ത നേതൃത്വത്തോടെ ഈ ചോദിക്കുന്നത്. അങ്ങനെ ചിലരുടെ ഡയലോഗുകളിൽ വീണു പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ചില ആൾക്കാർ അതങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ മുജാഹിദിൻ്റെ ഡയലോഗ് ഉണ്ടെന്ന് അവരുടെ നോട്ടീസിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. എമ്മാതിരി ഡയലോഗ് അത്? അതിനെന്താ സൗന്ദര്യക്കുറവ്? പക്ഷേ ഇതേപോലത്തെ ഡയലോഗ് പണ്ട് ഇബ്ലീസും പറഞ്ഞതായിരുന്നു. സുജൂദ് ആദ്യ നബിക്ക് ചെയ്യാൻ പറഞ്ഞപ്പം സുജൂദ് അള്ളാഹുവിന് മാത്രം. എങ്ങനെയുണ്ട്? ടോപ്പല്ലേ? അല്ലേ? അലി റളിയല്ലാഹുവിനെ സുബ്ഹിന് കൊന്ന ആളുണ്ടല്ലോ, ഖവാരിജത്തിൽപ്പെട്ട അയാളെ സ്വഹാബത്ത് പിടിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞതറിയാം? എൻ്റെ കൈ വെട്ടിക്കോളി കുഴപ്പമില്ല, എൻ്റെ കാലും വെട്ടിക്കോളി കുഴപ്പമില്ല, എൻ്റെ നാവൊന്നും ആക്കല്ലേ. എന്തേന്ന് വെച്ച് എനിക്ക് അള്ളാഹുവിന് ദിക്ർ ചെല്ലണമെന്ന്. ആര്? അലി റളിയല്ലാഹുവിനെ കൊന്നാക്കേ. എങ്ങനെയുണ്ട്? താടി കണ്ടിട്ട് വീഴരുത് കേട്ടോ.
ഡയലോഗിൽ വീണു പോകാനുള്ളതല്ല സംഘടനാ പ്രവർത്തനം. നമ്മളെ കുറിച്ച് ചിലപ്പം പറയും നിങ്ങൾക്ക് ഔലിയാക്കളോട് ഹുബ്ബില്ലെന്ന്. ആരോട്? ഔലിയാക്കളോടുള്ള മഹബത്ത് പഠിപ്പിച്ച് നമ്മളെ നേതൃത്വത്തിനോടായി പറയണം. കേട്ടോ, ഇത്രമാത്രം കള്ളത്തൊരീക്കത്തിനെതിരെ ഖണ്ഡന നടത്തിയ നമ്മുടെ ഉസ്താദുമാരെക്കുറിച്ച് അവരുടെ ആരോപണം ഉണ്ടാവുക, അതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. നമ്മൾ സജീവ പ്രവർത്തകരാകും. ഹസൻ റളിയല്ലാഹുവിനോട് ഇത്യാദിയുള്ള 110 ആൾ ചോദിച്ചു, നിങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് വേറൊരാളുടെ ആവശ്യത്തിന് പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല കേട്ടോ. അതിന് മഹാൻ്റെ മറുപടി, ഒരു മുഅ്മിനിൻ്റെ ഒരാവശ്യത്തിന് നമ്മൾ പോയി ആ ആവശ്യം നിർവഹിക്കപ്പെട്ടു, നമ്മളെ കൊണ്ട് നിർവഹിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇനി അഥവാ നമ്മൾ പോയിട്ട് ആവശ്യം നിർവഹിച്ചിട്ടില്ല, ഹാജിയാരടുത്ത് പിരിവിനൊറ്റ ഹാജിയാർ സാഹിത്യത്തിൽ പിശുക്ക് കാണിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് ഇക്കണോമിക്കലി കുറച്ച് ഡള്ളാണ്, സാഹിത്യത്തിലെ പിശുക്കാണത്. പിന്നെ ഇക്കണോമിക്കലി കുറച്ച് ക്രൈസസ് ആണ്, പിന്നെ കുറച്ച് ടൈറ്റാണ് എന്നൊക്കെ പറയണവരുണ്ടാവില്ല, പിശുക്കിൻ്റെ ഇംഗ്ലീഷ്. അങ്ങനെ കാണിച്ചു. എന്നാലോ നമുക്ക് കൂലി ഇല്ലാതിരിക്കോ? ഗേറ്റ് തുറന്നതിന്, കോളിംഗ് ബെല്ല് അടിച്ചതിന് കൂലി ഇല്ലാതിരിക്കോ? ഇല്ല. ഹസൻ റളിയല്ലാഹു പറഞ്ഞു ഉംറൻ്റെ കൂലിയെങ്കിലും കിട്ടും. ഞാൻ പോയി ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, ഹജ്ജിൻ്റെ ഉംറൻ്റെ കൂലിയും കിട്ടിയിട്ടുണ്ട്, ഞാനിതാ തവാഫ് ബാക്കി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇസ്ലാം. നമ്മെ സൃഷ്ടിച്ചതിൻ്റെ താല്പര്യം തന്നെ നമ്മെക്കൊണ്ട് കുറേ ആർക്ക് ഉപകാരം ഉണ്ടാവും. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആശയം. നമ്മളെ കൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടാവാനുള്ള പുതിയ കാല പ്ലാറ്റ്ഫോമാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, കണ്ണ് കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ, നബിയെ, കണ്ണ് കാണുന്നില്ല, കൈപിടിക്കാൻ ആളില്ല, ജമാഅത്തിന് വരത്ത് നിർബന്ധമാണോ ബാധ്യതയാണോ എന്ന ചോദ്യത്തിന് അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ടതില്ലെന്ന് ആദ്യ ആൻസർ കൊടുത്തെങ്കിലും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് മോന് കേൾക്കാറുണ്ടോ? യെസ്. അതിൻ്റെ അർത്ഥം അടുത്താണോ വീട് എന്നാണ്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, ബുഖാരിയിൽ തന്നെ ഉള്ള വേറെ ചില ഹദീസുകളിൽ നിങ്ങൾ കേൾക്കും, കാണും. എന്ത്? ചില സ്വഹാബിമാർ നബിയെ തങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിസ്കരിച്ചു തരാവോ, അതൊരു ബർക്കത്തിൻ്റെ സ്ഥലമാക്കി നമ്മൾ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പോയി കൊടുത്തിട്ടുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക് ബർക്കത്തിന് തെളിവായി ഫതുൽ ബാരി അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. തങ്ങൾ പോയി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസും ആ ഹദീസും തമ്മിൽ എതിരാകും? ഇല്ല. 2 കാരണങ്ങൾ കൊണ്ട് എതിരല്ല. കാരണം ഒന്ന്, ആ സ്വഹാബി പറയണത് എൻ്റെ വീട് ദൂരെയാണ്, ബാങ്ക് കേൾക്കാറില്ല എന്നുള്ളതാണ്. 2, നമ്മൾ പള്ളിയിൽ വരുന്നത് പ്രയാസമാണ്, ബാങ്ക് കേൾക്കൂല, വളരെ ദൂരെയാണ് എന്ന് മാത്രമല്ല, നമ്മൾ അവിടുന്ന് ജമാഅത്താക്കിക്കോളാം, ഒരു സ്രാമ്പിപ്പള്ളി മോഡൽ എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഈ സ്വഹാബിയോട് ചോദിക്കണത് ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ വീട് അടുത്താണോ? വന്നോളണം എന്ന് പറയുന്നുണ്ട്, വന്നോളണം. അത്രയും ഗൗരവമുണ്ട് ജമാഅത്തിൻ്റെ വിഷയത്തിൽ. ഇതേ ജമാഅത്തിൻ്റെ മസല എഴുതാൻ വേണ്ടി ഫിഖ് അയിമ്മത്ത് പേനെടുത്തിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ മസല എഴുതുമ്പോൾ തുഹഫ, എല്ലാ ഗ്രന്ഥങ്ങളും തുഹഫ എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം, ഒരു മസല എഴുതുന്നു. ജമാഅത്തിൻ്റെ മസലകളൊക്കെ എഴുതി തീർന്ന് ഗൗരവ സ്വഭാവത്തിൽ ജമാഅത്തിന് വന്നോളണം എന്ന് പറയുന്നിടത്ത് എന്നെ മഹാന്മാർ പറയാം, നീ നിൻ്റെ മൂത്തമ്മയെ, ഇളയമ്മയെ, അല്ലെങ്കിൽ കാർണോറെ, അല്ലെങ്കിൽ അസുഖബാധിതനായ ഒരാളെ, അത് SOS സാന്ത്വനം വളണ്ടിയർ ആവാം, സഹഭാരവാഹി ആവാം, നേരത്തെ സംഘടനയിലുള്ള ആളാവാം, ഇപ്പം തുടരുന്ന ആളാവാം, ആരാവട്ടെ, നിൻ്റെ ഒരു കൂട്ടുകാരനെ രോഗം കാണാൻ വേണ്ടി പോയി, രോഗസന്ദർശനം നടത്തി. ആ സമയത്താണ് നമ്മുടെ കൈ പിടിച്ചിട്ട് ഉപരി പറയണത്, മോനെ ഇവിടെ നിന്നാൽ, ഉമ്മാമ്മൻ്റെ മോന് ഇവിടെ നിൽക്കോ, മോനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്, ഒന്നും മന്ദിരിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ സ്മാർട്ട് ആവരുത്. ഇന്ന് റമദാനാണ്, ഞാൻ ഒരു വക്ത് പോലും ജമാഅത്ത് മിസ്സാക്കാത്ത ആളാണ്, അവർ സ്മാർട്ടാൻ പാടില്ല. അവിടെ ഇസ്ലാം എന്താ പറഞ്ഞതെന്ന് അറിയാം? അവിടെ പറയണത്, അയാൾക്ക് നീ അവിടെ നിൽക്കൽ കൊണ്ട് ആശ്വാസമാവുമെങ്കിൽ അതാണ് അഫ്ളലു മിനൽ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ അഫ്ളലു. ഇങ്ങനെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമാണ് SOS സാന്ത്വനം ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഓരോ പദ്ധതി എടുത്ത് നോക്കിയേ. സാന്ത്വനം വളണ്ടിയർ എന്ന് പറഞ്ഞ പേരന്നെ അങ്ങനെയാണ്.
കണ്ടോ, മെഡിക്കൽ കാർഡ് എന്നാ കൈമയുള്ള കാർഡിൻ്റെ പേര്. ഒരു ഉന്തിപ്പോകുന്ന സാധനം വീൽ ചെയറാണ്. കണ്ടോ കണ്ടോ, വാട്ടർ ബെഡാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറേ പേർക്ക് ഉപകാരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മഹബത്തൊക്കെ സാർത്ഥകമാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? സ്വഹാബത്ത് ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രാത്രി ഉറക്കൊഴിയുന്നു, ആർക്ക് വേണ്ടി? ഉസ്മാൻ റളിയല്ലാഹു എല്ലാ വെള്ളിയാഴ്ചയും ഒരു അടിമയെ മോചിപ്പിക്കുന്നു. ആർക്ക്? ക്രെഡിറ്റ് കിട്ടാനല്ല, ഒരാൾ രക്ഷപ്പെടട്ടെ എന്ന്. അതാണ് അബ്ദുറഹീമിനെ ICF ഏറ്റെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു താല്പര്യം. നിങ്ങൾ കണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ അന്ന് വളരെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവുക. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് റബ്ബേ എന്ന അർത്ഥത്തിൽ. അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്, ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിനെ പാല് കറന്നെന്ന ആൾ ഖലീഫയായിട്ടുണ്ട്, ഇനി ഇന്ന് ഒട്ടകം കറക്കാൻ ആരാ ഉണ്ടാവുക എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഒട്ടകം കറന്നെന്ന ആൾ ഇന്നും ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ജില്ലാ ലീഡർ ആയതുകൊണ്ട് സ്വന്തം സർക്കിൾ ഒഴിവാവില്ല. യെസ്, ഉണ്ടോ, ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസം മിൻ ജവാമിഉൽ കലീം എന്ന ഗ്രന്ഥത്തിൽ കാണാം. മഹാന്മാർ മുഴുവനും ജീവിച്ചത് സാന്ത്വനത്തിനാണ്. ഏതെങ്കിലും ഒരു മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിന? ഇന്നാലിന്ന മഹാൻ ഡെയിലി 18 ചപ്പാത്തിയും ഇത്ര മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഉറക്കൊഴിവാക്കി. എന്തിന്? പാവങ്ങൾക്ക് വേണ്ടി. ഭക്ഷണം കിട്ടിയത് ഒഴിവാക്കി പാവങ്ങൾക്ക് വേണ്ടി. കണ്ടോ, അയൽവാസി പാവപ്പെട്ടയാളാണ് എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ കിട്ടിയ ആട്ടിൻ തല ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്ന സ്വഹാബി കൊടുത്തയക്കുന്നു. ആ ആട്ടിൻ തല 7 വീടുകൾ കറങ്ങിയിട്ട് 1-ാം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. യർമൂക്കിൻ്റെ രണാങ്കണത്തിൽ ദാഹിച്ചവശനായി രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വഹാബിക്ക് വെള്ളം കൊടുത്തപ്പോൾ അപ്പുറത്തേക്ക് അങ്ങനെ 1-ാമത്തെ ആളിലേക്ക് വരുമ്പോഴേക്ക് എല്ലാവരും വഫാത്തായിട്ടുണ്ട്. അവരാരും വെള്ളം കുടിച്ചിട്ടില്ല. അവരാരും സ്വന്തത്തിന് വേണ്ടി ജീവിച്ചല്ല. നിങ്ങളെന്താ സോണിൻ്റെ മീറ്റിങ്ങിന് വരാതിരുന്നത്? മീറ്റിങ്ങിനൊക്കെ വരാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് അവിടെ എത്തലെങ്ങനെങ്കിലുമൊക്കെ എത്താം, തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവൻ്റെ ദീർഘവീക്ഷണം നോക്കിയേ, ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ 9 ആവും, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ശരിക്കും ഇവൻ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആവേണ്ട സമയം കഴിഞ്ഞു. അത്രയും ദീർഘവീക്ഷണം ഉണ്ടല്ലോ. സ്വഹാബത്ത് പായക്കപ്പലിൽ പോയപ്പോൾ ആ ദ്വീപിലെത്തിയപ്പോൾ അവിടെ ദീനി പ്രവർത്തനം നടത്തുമ്പോൾ ഈ കപ്പൽ കത്തിച്ച് കളഞ്ഞത്ര. എന്തിന്? ഇവിടെ ഒന്നിക്കിൽ യൂണിറ്റ് ദീന്, അല്ലെങ്കിൽ ഷഹീദ്. തിരിച്ചു പോകണമെന്നില്ല ഒരു അജണ്ട കപ്പൽ കാണുമ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കപ്പൽ വേണ്ടാന്ന്. നമ്മളങ്ങനെ മദ്ഹ് ഗാനം പാടി നടന്നാൽ മതിയോ? ദേശങ്ങൾ തേടി എന്നുള്ള പാട്ട് പാടിയാൽ മതിയോ? അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണ്ടേ? അതല്ലേ ഔലിയാക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതത് കൂട്ടുകാരെ നമുക്കുണ്ടാവും. മഹാനായ ജാഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു മുഅത്തദിൻ്റെ രണാങ്കണത്തിൽ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായതിനു ശേഷം ക്യാപ്റ്റനായി. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. ക്യാപ്റ്റനായ സമയത്ത് ഫസ്റ്റ് വലത് കൈ ശത്രുക്കൾ വെട്ടി. ഈ ധർമ്മപതാക എൻ്റെ കയ്യിൽ എൻ്റെ സംഘടനാ കാലത്ത് വീഴരുത് എന്ന് ചിന്തിച്ചിട്ട് ഇടത്തെ കയ്യിൽ വെച്ചിട്ടാണ് പിന്നെ യുദ്ധം ചെയ്യണത്. ആ കൈയും പോയി. ഒരവസരത്തിൽ പല്ലിനെ കടിച്ചു പിടിച്ചിട്ടൊക്കെ മഹാൻ എൻ്റെ കാലത്ത് ഈ പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. 2 കൈയും 2 കാലും മുറിക്കപ്പെട്ടിട്ട് ഒരു ഫുട്ബോൾ പോലെ രണാങ്കണത്തിൽ ഉരുളാൻ തുടങ്ങി. അപ്പോഴാണ് ഒരാൾ വെള്ളം കൊടുത്തത്. വേണ്ട, സുന്നത്ത് നോമ്പുണ്ട് എന്ന് പറയുന്നത്. കണ്ടങ്ങൾ അടുത്തത് പതാക എന്താണ്? അബ്ദുല്ലാഹിബിൻ റവാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ റവാഹ് തങ്ങൾക്ക് നേരത്തെ തന്നെ സൂചന കിട്ടിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഷഹീദാവുന്നു. കാരണം തങ്ങൾ യുദ്ധത്തിൻ്റെ മുമ്പുള്ള മെസ്സേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ഖുത്തില സൈദുൻ ഫജാഫർ വ ഇൻ ഖുത്തില ജാഫർ ഫഅബ്ദുല്ലാ. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഷഹീദാവുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ അബ്ദുല്ലാഹി തങ്ങളാണ് അടുത്തത് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത്. ആ അബ്ദുല്ലാഹിബിൻ റവാഹ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് എങ്ങനെയാണ് മുഅത്തദിലേക്ക് വരുന്നതെന്നറിയോ? സാധാരണ ഒരാൾ കുതിരയിൽ കയറിയാൽ കുതിര എങ്ങോട്ടാണ് പോണത് അങ്ങോട്ട് മുഖം തിരിച്ചിട്ടാണല്ലോ ഇരിക്കൽ. ഈ സ്വഹാബി എങ്ങനെ ഇരുന്നതെന്നറിയാം? തിരിഞ്ഞിട്ടാണ് ഇരുന്നത്. എന്തിന്? ഇനി മഹ്ശറിനെ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. കാണാൻ അറിയത്തുന്നവരെ എൻ്റെ നേതാവിനെ എനിക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് കുതിരയിൽ തിരിഞ്ഞിരുന്നിട്ട് അവർ യാത്ര ചെയ്തത്.
മഹബത്ത് കൂടിയപ്പം ചെയ്തത് ദീനീ പ്രവർത്തനത്തിൻ്റെ രംഗം ഇറങ്ങി പുറപ്പെടല. അതാ ചെയ്യുന്നത്. ആ സ്വഹാബി യുദ്ധത്തിൻ്റെ പടക്കളത്തിൽ എത്തിയപ്പം തന്നെ ഫസ്റ്റ് ശത്രു വെട്ടിയപ്പോൾ ഒരു വിരലിൻ്റെ ഒരു ഭാഗം ചെത്തിപ്പോയി. ഭയങ്കര വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് മഹാനോട് തന്നെ ഒരു പാട്ട് പാടുന്നുണ്ട്. സമരമാണ് ജീവിതം എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ആശയം. ഇന്നന്തി ഇല്ല ഇസ്ബൗൻ തമൈത്തി എന്നുള്ളതാണ് പാട്ടിൻ്റെ ആശയം പറയണത്. ആകെ ഒരു വിരലല്ലേ മുറിഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ ക്യാപ്റ്റൻ തല പൊട്ടിയിട്ട് അവിടെ ഷഹീദായിട്ടുണ്ട്. സെയ്ദങ്ങൾ 80-ലധികം മുറിവേറ്റിട്ട് ജാഫർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കോട്ട് പോകാൻ നോക്കുക. ജാഫറങ്ങളോട് ജാഫറങ്ങൾ തന്നെ പറയാം, അല്ല അബ്ദുല്ലാഹി തങ്ങളോട് അബ്ദുല്ലാഹി തങ്ങൾ തന്നെ പറയാം. ബാക്കോട്ട് പോവാ. ബാക്കോട്ട് പോയിട്ട് എന്താ വേണ്ടത്? ഭാര്യയല്ലേ, ഭാര്യനെ ഞാൻ തൊലാക്കില്ലേ. പിന്നുള്ളത് അടിമ പെണ്ണുങ്ങൾ, അവരെ സ്വതന്ത്രരാക്കി. പിന്നെ കുറച്ച് ഈന്തപ്പനത്തോട്ടല്ലേ, ആ പാവങ്ങൾക്ക് വഖഫ് ചെയ്തു. ബാക്കിൽ ബിഗ് സീറോ, മുമ്പിൽ അതാ സ്വർഗം, ഇടയിൽ ശത്രുക്കളുണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്താളിയിൽ ഷഹീദായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. ആർക്ക് 60 വയസ്സ്? അംർ ബിനുൽ ജമൂഹ് തങ്ങൾക്ക്. 60 വയസ്സെന്ന് പറഞ്ഞാൽ 61 62 ഇല്ല, 70 അടുത്ത പ്രായം. ആ സ്വഹാബിക്ക് കാലിന് മുടന്ത ഇങ്ങനെയാ നടത്തം. ആ സ്വഹാബിക്കാ പൂതി, എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന്. ഒരു മുസ്ലിം ജമാഅത്തിൻ്റെ മീറ്റിങ്ങിന് അതിനെക്കുറിച്ചല്ല പറയണത്, യുദ്ധത്തിന് പോകണമെന്ന്. മക്കൾ വിട്ടിട്ടില്ല, വേണ്ടെന്ന്. ഉഹദെത്തിയപ്പോൾ പോയിട്ട് പരാതി പറഞ്ഞു, ഇന്ന ഹാവുലായി അബിനായി യംനഊനി അൻ ഹാദൽ ഖൈർ, ഈ നന്മ എന്നെ ചെയ്യാൻ എൻ്റെ മക്കൾ വിടുന്നില്ല. തങ്ങൾ പറഞ്ഞു വിട്ടേക്ക്. പടക്കളത്തിലെത്തിയപ്പോൾ തന്നെ 10-15 ശത്രുക്കൾ ചുറ്റും കൂടിയിട്ട് ആ മുടന്തുള്ള ചെറിയ കാലിന് വെട്ട് കൊടുത്ത് താഴെ വീണു. കഷ്ണാക്കുന്ന സമയത്ത് മഹാൻ പറഞ്ഞ ഒരു വർത്താനുണ്ട് ഇസ്ലാമിൽ. എന്താണെന്നറിയാം? ഇന്ത്യയിലെ അജിദു റീഹൽ ജന്നത്തി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന് എനിക്ക് സ്വർഗത്തിൻ്റെ മണം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ ത്യാഗികളുടെ മുന്നിലേക്ക് നമുക്കെങ്ങനെയാണ് കൂട്ടുകാരെ സ്വർഗത്തിന് ചോദിക്കാൻ അർഹത ഉണ്ടാവുക? വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വോയിസ് അയച്ചാൽ സംഘടനാ പദ്ധതി ആവോ? ഒന്ന് പണിയെടുക്കണം, പ്രവർത്തിക്കണം. അതാ വേണ്ടത്. റബിയ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ കൈവെട്ടിയ സമയത്ത് കൈ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്, ഈ തോലിൽ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്. ഈ കൈ എനിക്ക് ശല്യമാണോ എന്ന് മഹാന് തോന്നി. തുടർന്നുള്ള യുദ്ധത്തിൽ ഈ കൈ കൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ തൂങ്ങുന്നത് കനം കൂടിയോണ്ട് ഈ കൈ നിലത്ത് വെച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അടുക്ക്. ഇതാണ് ബദരീങ്ങൾ കേട്ടോ. വജാദുബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി. ആകയാൽ നമുക്ക് ജനാസക്ക് ചുറ്റും ആയിരങ്ങൾ പങ്കെടുക്കാൻ ഖാലിദ് പഠിപ്പിച്ചെന്നത്, റസാക്ക് കൊറ്റി പഠിപ്പിച്ചെന്നത്, വെള്ളിൽ ഉസ്താദ് പഠിപ്പിച്ചെന്നത് അല്ല, സർവോപരി നമ്മുടെ ഉലമാ മുഴുവനും പഠിപ്പിച്ചെന്നത് ജീവിതം മറ്റുള്ളവർക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതാണ് ഔലിയാക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ 3 അടയാളങ്ങളിൽ ഒന്ന് സൂചിപ്പിച്ചത്. അവർ എന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കുക. 2, അവർക്ക് വേണ്ടി ഹൈറാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ എന്ന ആശയം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ മഹാന്മാരോട് ഹൃദയബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൈച്ചലാവും, രക്ഷപ്പെടും. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ, അതുകൂടി സൂചിപ്പിച്ചിട്ട് തന്നെയാണ് ആയത്ത്. വമൻ ദഖലഹു കാന ആമിന. ആ ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു അജീബയിൽ കാണാം, മഹാന്മാരുടെ ഹൃദയത്തിൽ നമുക്കൊരിടം ഉണ്ടെങ്കിൽ കാനാമിന, അവൻ പേടിക്കേണ്ടെന്ന്. മഹാന്മാരുടെ ഹൃദയത്തിൽ നമ്മുടെ നമ്പർ സേവ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. CM വലിയുല്ലാഹിയുടെ ഹൃദയത്തിൽ കയറി പറ്റണം കൂട്ടുകാർ. ഒരു ഫാത്തിഹ എങ്കിലും ഡെയിലി ഓതാൻ എന്താ പ്രശ്നം? നമുക്കങ്ങനെ തീരുമാനിച്ചാലോ? ഒന്ന് കൈ ഉയർത്തി അങ്ങനെ തീരുമാനിച്ചവർ മാഷാ അല്ലാഹ്. ഇതിനാ പ്രാസ്ഥാനിക സമ്മേളനം. വമൻ ദഖലഹു കാന ആമിന. അവരുടെ ഹൃദയത്തിൽ കയറിയവർക്ക് പിന്നെ പേടിക്കാനേ ഇല്ല. വിശേഷിച്ച് മഹാന്മാർക്കെതിരെ ആരോപണം വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ കൂട്ടം കൂടി നിന്നാൽ, ഒന്നുകൂടി കുറച്ചുകൂടി പച്ചയായിട്ട് പറഞ്ഞാൽ, ആ ഇമ്മത്തിനെ നിന്ദിക്കുമ്പോൾ ഔലിയാക്കളെ വഷളാക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധം തീർക്കുന്നവർ മഹാന്മാർ, അവരെല്ലാം ആഖിറത്തിൽ കാത്തു നിന്നിട്ട് ശഫാഅത്ത് ചെയ്യുന്ന. ഷാറാനിമാമിൻ്റെ അൽ മൻഹജുൽ മുത്തഹറിൽ കാണാം. ഷാറാനിമാം പറയാ, ഞാൻ എൻ്റെ അൽ മീസാനുൽ കുബ്ര എന്ന അതിബൃഹത്തായ ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തിലുള്ള ഇതിവൃത്തം, ആ ഗ്രന്ഥത്തിലുള്ള ആശയം
മദ്ഹബിൻ്റെ ആശയങ്ങൾ, എങ്ങനെയാണ് മദ്ഹബ് രൂപപ്പെടുന്നത്, മദ്ഹബിൻ്റെ ഇമാമികൾക്കെതിരെയും മദ്ഹബിനെതിരെയും വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. ആ കിതാബ് എഴുതി കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു കുബ്ബൻ്റെ ഉള്ളിൽ ആദം നബി അലൈഹി സ്വലാമും അബൂ ഹനീഫ റളിയല്ലാഹുവിനും മാലിക് ഇമാം റളിയല്ലാഹുവിനും ഉണ്ട്. അബൂ ഹനീഫ തങ്ങളും മാലിക് ഇമാമും എന്നെ കാണിച്ചിട്ട് ആദം നബിയോട് പറയാ, ഈ ചെറുപ്പക്കാരനാണ് നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞാളെന്ന്. ഷെഹ്റാനി ഇമാം ആ സ്വപ്നം പറച്ചിൽ അവസാനിപ്പിച്ചിട്ട് പറയാ, എനിക്കെന്തൊരു സന്തോഷം, മാഷറിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. മഹാൻ പറയാ, ഞാൻ ഏതെല്ലാം ഇമാമിങ്ങളെ മദ്ഹ് എഴുതിയിട്ടുണ്ടോ, ആർക്കെതിരെ ഒക്കെ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ, ആ ഇമാമിങ്ങളൊക്കെ നേരെ നിന്നിട്ട് എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കാത്തു നിൽക്കുന്നു. ഈ ഭാരത്ത് വായിച്ചപ്പോൾ എനിക്ക് പേരുടെ ഉസ്താദിനെ ഓർമ്മ വന്നത്. എത്ര കൊല്ലായി നമ്മുടെ ഉസ്താദ് തുടങ്ങിയിട്ട്. പുതിയ സർക്കാർ ത്വരീഖത്ത് മുആവിയ റളിയല്ലാഹുവിനെ കുറ്റം പറഞ്ഞപ്പോൾ വരെ തുടക്കമല്ല, അതിന് വരെ മഹാനായ ഉസ്താദ് മറുപടി പറഞ്ഞില്ലേ അല്ലേ? ഏതെല്ലാം വലിയനെതിരെ ആരോപണങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്, അതിനെ മുഴുവൻ പ്രമാണങ്ങൾ വെച്ച് അതിനൊക്കെ നിലംപരിശാക്കിയില്ലേ പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും നമ്മുടെ ഉസ്താദുമാരും. അവരൊക്കെ എത്ര ആൾ കാത്തിരിക്കും? അവരുടെ വേക്കിലെങ്കിലും പോകേണ്ട കൂട്ടുകാരെ നമുക്ക്. അതിനല്ലേ നമ്മളെ ആദർശ സംഗമങ്ങളും പ്രാസ്ഥാനിക കോൺഫറൻസൊക്കെ. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ കൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് അള്ളാൻ്റെ സൂപ്പറായ ദീനിന് നമ്മളെ ഒന്നും ഒരാവശ്യമില്ല. കാരണം അള്ളാൻ്റെ സൂപ്പറായ ദീൻ അള്ളാഹ് ആദ്യം കൊടുത്തത് അമ്പിയാക്കൾക്കാണ്, പിന്നെ സ്വഹാബത്തിനാണ്, പിന്നെ താബീങ്ങൾക്കാണ്. നമ്മളെപ്പോലത്തെ ആളെയൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. എന്നാലും നമ്മൾ ദ്വാരക്കണം, അള്ളാഹ് നിൻ്റെ ദീനിൻ്റെ കൊച്ചു ഹാദിമായി നമ്മളെ കബൂലാക്കണേ. ആ തൗഫീക്ക് കളയരുത്, നഷ്ടപ്പെടുത്തരുത്.